എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖം സന്തോഷമൊക്കെ അല്ലേ? അപ്പോൾ ഇന്ന് ഇത്തിരി തിരക്കിലാട്ടോ, ഒത്തിരി വിശേഷം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ മഴ പെയ്താൽ എനിക്ക് പണി കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു നമ്മുടെ വീടിൻ്റെ മതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ അല്ലേ, നമ്മുടെ പ്രഷർ പമ്പ് വെച്ച്. അപ്പോൾ പാഴിയൊക്കെ കളഞ്ഞു. ഇതേ ഞാനിവിടെ വൈറ്റ് സിമെൻറ്റാണ് എടുത്തേക്കണേ കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചു വിട്ടാൽ ഇത്തിരി ഒരു ബലം കിട്ടാൻ, ആ പാഴിയൊക്കെ പോയി ഒന്നും മെനയാവാനും നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടി കേട്ടോ. അപ്പോൾ ഇന്നലെ നല്ല വെയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പക്ഷേ ഇന്ന് രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മഴ ചാറിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനി വെയിൽ തെളിയുമായിരിക്കും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല തെളിച്ചങ്ങ് തെളിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതേ പൊന്നു ഇന്ന് അങ്കൻവാടി പോയിട്ടില്ല. പൊന്നുവിന് ഓൾറെഡി ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, പൊന്നുവിന് പനിയായിരുന്നു. അപ്പോൾ ആ ചുമയും ജലദോഷം അങ്ങ് ഓക്കെ ആയിട്ടില്ല, അതുകൊണ്ട് അവളെ ഇന്നും വിട്ടില്ല. അതുകൊണ്ട് ഞാനും പൊന്നും കൂടെ ഈ പരിപാടിക്ക് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിയേക്കണേ കേട്ടോ. നമ്മളെല്ലാ വർഷവും മതിലിന് ഇങ്ങനെ പെയിൻ്റ് അടിക്കണേ കേട്ടോ. പക്ഷെ പെട്ടെന്ന് മുഷിഞ്ഞു പോകും, കാരണം മഴ ആ മാതിരിയല്ലേ, മഴയും കാറ്റും ചെളിയും പെട്ടെന്ന് പായൽ കയറുവേ. എല്ലാവർക്കും സുഖാണോ? കാപ്പി കുടിച്ചോ? പൊന്നു അവരോട് ചോദിച്ചു, പൊന്നു കാപ്പി കുടിച്ചോന്ന് പറഞ്ഞേ. അപ്പം തിന്നോ? പൊന്നൂസ് കാപ്പിയൊക്കെ കുടിച്ചിട്ടോ. പൊന്നൂസ് അപ്പം ഇന്ന് തിന്നെ അല്ലേ? അപ്പം കറി എന്നായിരുന്നു? ശാമ്പാട്. പിന്നെ എന്നാ വിശേഷമൊക്കെ? പൊന്നുവിന്റെ ഭാവിയൊക്കെ മാറിയോ? ഭാവി മാറിയില്ല. ഭാവി മാറ്റണല്ലോ പെട്ടെന്നൊന്ന്, എന്നാലല്ലേ നമുക്ക് അംഗൻവാടി പോകാൻ പറ്റുള്ളൂ. ടീച്ചറൊക്കെ വിളിയാലോ വരാൻ പറഞ്ഞേ. കുട്ടി പൊന്നുട്ടി ഒരു പാട്ട് പാടി കേൾപ്പിക്കോ? ഏത് പാട്ടാ പാടണേ? വേനൽക്കാലം കുളങ്ങളെത്തിയ കാലം കൊടിച്ചു ചാടിയു ഞന്നു തവളിയും കൊണ്ടു കിണറ്റിൽ നദിയു നന്നു നീതിനായി നീതിനായി തുള്ളി വെള്ളം കണ്ടു തവളി തുള്ളിച്ചാടി മൂട്ട തവള പറഞ്ഞു അണിയ മുങ്ങാങ്കോയി കണിയ ചാടാ ഉള്ള വെള്ളം നടുവിന് നമ്മുടെ സ്വന്തമാക്കാം, നമ്മുടെ സ്വന്തമാക്കാം, നമ്മുടെ സ്വന്തമാക്കാം. ചിലയതവളി വിക്കി വിക്കി പറഞ്ഞു വേണ്ടാതേട്ടവരുടെ ഉയപ്പം കാറ്റയുടെ ചാട വെൽത്തുടങ്ങ കിണർ വന്നിട്ട് ഗതിയെന്നാവും നമ്മുടെ ഗതിയെന്നാവും. പൊന്നിന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പാട്ട് എല്ലാവർക്കും ഇഷ്ടാണോ? ഇഷ്ടാണെങ്കിൽ എടുക്കെടുക്കെ പാടാം. സപ്പോർട്ടിങ്ങോട് വേണം. എല്ലാം ക്ലീൻ ആണെങ്കിലേ പടപടാന്നിങ്ങനെ അടിച്ചുവിടാൻ നല്ല സുഖം കേട്ടോ. തെറിച്ചോ? ദേഹത്ത് തെറിച്ചോ? ഡ്രസ്സെല്ലൊക്കെ തെറിക്കും, മാറി നിന്നോട്ടോ. വെള്ളം കുത്തുകുത്തായിട്ടിരിക്കും. ചേട്ടായിമാർക്കും പരീക്ഷ അല്ലേ? എടുപ്പാന്നോ പരീക്ഷ എഴുതണട്ടോ. ഓ, ഈ കുഞ്ഞുമാവയുടെ ഒരു ഉപദേശമാണോ? ഇത് മുക്കണ്ട, മുക്കി ഒത്തിരി തെറിക്കും. ഒരു പ്രാവശ്യം കേട്ടോ ഇതിന്റെ മണമൊക്കെ അടിച്ചാലുണ്ടല്ലോ പനി വരും, പനി കൂടും, ജലദോഷം മാറില്ല. അതെല്ലാം അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കണ്ടോ അല്ലേ? മതിയില്ലേ? അന്ന് അവളാ പൂച്ചട്ടികളൊക്കെ അടിക്കാൻ കൂടിയതല്ലേ. മതി, അത് അടിക്കാൻ പാടല്ലേ? മതിയില്ലേ? ഇനി അമ്മ അടിക്കാം. അമ്മ കാണുമ്പോ പെയിന്റ് അടിക്കാരെന്ന് ചീത്ത പറയോ? പിന്നെ ഇത് എങ്ങനെയാ ചെയ്യണ്ടേന്ന്? ഇത് വൈറ്റ് സിമെന്റ് പൊടിയല്ലേ, അപ്പൊ നമ്മൾ ആവശ്യത്തിനെന്ന് വെച്ചാൽ എങ്ങനെയാന്ന് അതിന്റെ പാകമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ആദ്യം ഇച്ചിരി കുറച്ച് ഒഴിച്ച് നോക്കും, എന്നിട്ട് ഇത് കലക്കും, എന്നിട്ട് ഭിത്തിയെ കൊണ്ടുപോയെന്നോ ഏകദേശം ഒരു പാകാന്ന് തോന്നി കഴിയുമ്പോൾ ഭിത്തിയെ കൊണ്ടുപോയെന്ന് അടിച്ച് നോക്കും. അന്നേരം ഭിത്തിയെ പിടിച്ചിരിക്കുവാണോന്നൊക്കെ അറിയാലോ. അപ്പോൾ അതനുസരിച്ചാട്ടോ, അല്ലാണ്ട് കറക്റ്റ് പാകമൊന്നും എനിക്കിതിൻ്റെ ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു.
ഇപ്പം ഇങ്ങനെ കുറേ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം എന്തോരം വെള്ളം ഒഴിക്കണമെന്നൊക്കെ അറിയാം. പിന്നെ പൊന്നൂസം ഉള്ളതുകൊണ്ട് പൊന്നൂസ് കുറച്ച് കൊച്ചു വർത്താനും അവൾ കുറച്ച് പാട്ടൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ മടുപ്പ് തോന്നുന്നില്ല. നമുക്ക് കേട്ട് നമ്മളങ്ങ് എൻജോയ് ചെയ്തങ്ങ് അടിക്കും. അപ്പോൾ അതെ ഇത്ര ഒരു പോർഷൻ ഞാൻ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോർഷൻസ് ഞാൻ കുറച്ച് ഡെക്കറേറ്റും കൂടെ ചെയ്യും കേട്ടോ. നമ്മുടെ വൈറ്റ് സിമെൻ്റ് ഒക്കെ ഇതാ അത്രയും ഞാൻ അടിച്ചായിരുന്നു. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ വൈറ്റ് സിമെൻ്റ് അടിയൊക്കെ ഇതാ ഫാസ്റ്റായിട്ട് നടന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. എന്നാലും ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോയപ്പോഴേ നമ്മുടെ വൈറ്റിൽ ബ്ലാക്ക് പിടിക്കാണ്ടിരിക്കണമെങ്കിൽ ഒന്ന് കെയർഫുൾ ആയില്ലെങ്കിൽ ഫുള്ള് അതിൻ്റെ തുള്ളിയായിട്ട് ഒലിച്ചും വരും. ഫുള്ള് അങ്ങ് തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല ഇത്തിരി സമയം എടുത്ത് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യണത്. എങ്കിലും നമുക്ക് ഒത്തിരി സമയമൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം മഴ എപ്പോൾ പെയ്യുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനു മുമ്പ് അടിച്ചു തീർന്ന് ഇത്തിരി വെയിൽ കിട്ടിയാൽ അതങ്ങ് പെട്ടെന്ന് ഉണങ്ങിക്കോളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സ്പീഡപ്പും കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി കേട്ടോ ഞാനിത് ചെയ്യണത്. കണ്ടോ ഈ സൈഡ് ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ ഉണ്ടോ, ഞാൻ അപ്പുറ സൈഡ് ആ സൈഡിൽ ജസ്റ്റ് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുള്ളൂ. അവിടെ ഇനി കറുത്ത പെയിൻറ്റും കൂടെ അടിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഒക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസ് ഇടാനും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.